ഇന്ന് നമുക്ക് അമ്മയും കുട്ടിയും തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷൻസ് നോക്കിയാലോ. നമ്മൾ ഈ അമ്മമാര് നല്ല സ്കൂളുകളിലൊക്കെ ആയിരിക്കും, ഇപ്പോൾ CBSE സ്കൂളുകളിലൊക്കെ ആയിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ അവരോട് ഇംഗ്ലീഷിൽ ഇടയ്ക്കൊക്കെ സംസാരിക്കണം എന്ന് ഏതൊരമ്മയ്ക്കും ഏതൊരച്ഛനും ഇടയ്ക്കൊക്കെ ആഗ്രഹം ഉണ്ടാവാറില്ലേ? ആഗ്രഹം മാത്രമല്ല, ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് വീട്ടിലും നമ്മൾ സംസാരിച്ചാൽ മാത്രമാണ് അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് അമ്മയും കുട്ടിയും തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷൻസ് നോക്കാം കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാം, അപ്പോൾ എഴുന്നേൽക്ക് 7 മണിയായി, ഇറ്റ്സ് 7 o'clock, വേക്ക് അപ്പ് അല്ലേ? വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എഴുന്നേൽക്കുക എന്നാണ്. വേക്ക് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. സോ വേക്ക് അപ്പ്, ഓക്കെ, എഴുന്നേൽക്കൂ, ഇറ്റ്സ് 7 o'clock, 7 മണിയായി എന്ന്. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ്, ഇന്ന് എന്തെങ്കിലും സ്വപ്നം കണ്ടോ നീ? ഇല്ലേ, ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുട്ടി മൂഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇന്ന് എന്തെങ്കിലും സ്വപ്നം കണ്ടോ നീ? ഡിഡ് യു ഹാവ് എനി ഡ്രീംസ് ടുഡേ? ഡിഡ് യു ഹാവ് എനി ഡ്രീംസ് ടുഡേ? ടുഡേ മീൻസ് ഇന്ന്, ഡ്രീംസ് മീൻസ് സ്വപ്നം. കണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. ഡിഡ് യു സീൻ എന്ന് പറയില്ല കേട്ടോ. ഡിഡ് യു ഹാവ് എന്നാണ് നമ്മൾ പറയുള്ളൂ. ഡിഡ് യു സീ എന്താണ്? സ്വപ്നം കാണുക എന്നാണ് ശരിക്കും. പക്ഷെ നമ്മൾ സ്വപ്നം കാണുകയല്ലോ, ഓക്കെ, ശരിക്കും കാണുന്നില്ലല്ലോ. സോ ഡിഡ് യു ഹാവ് എനി ഡ്രീംസ് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, പെട്ടെന്ന് റെഡിയാവ്, സമയം എന്താ പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെ പറയാ? ഗെറ്റ് റെഡി ക്വിക്ലി. ഗെറ്റ് റെഡി ക്വിക്ലി. ക്വിക്ലി മീൻസ് പെട്ടെന്ന്. ഗെറ്റ് റെഡി മീൻസ് റെഡി ആവ്. ഗെറ്റ് റെഡി ക്വിക്ലി മീൻസ് പെട്ടെന്ന് റെഡി ആവ്. ടൈം ഈസ് ഓൾറെഡി റണ്ണിങ് ലേറ്റ്. റണ്ണിങ് ലേറ്റ് എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം. സമയം ഇങ്ങനെ ഓടുകയാണ്, പെട്ടെന്ന് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ റണ്ണിങ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ടൈം ഈസ് ഓൾറെഡി റണ്ണിങ് ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗെറ്റ് റെഡി ക്വിക്ലി. ഇന്നലെ ചെയ്ത ഹോംവർക്കിന്റെ ബാക്കി ചെയ്യണ്ടേ? എങ്ങനെ ചോദിക്കാം? Don't you have to finish the remaining homework from yesterday? ഓക്കെ, അതായത് ഡോണ്ട് ചേർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ചെയ്യണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഒരു നെഗറ്റീവ് ആയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ ഡോണ്ട് ചേർക്കുന്നത്. അപ്പം ഇങ്ങനെ പറയാം, ഡോണ്ട് യു ഹാവ് ടു ഫിനിഷ് ദി റിമൈനിങ് ഹോംവർക്ക് ഫ്രം യെസ്റ്റർഡേ. ഇന്നലെ ചെയ്തതിൻ്റെ റിമൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി, ബാക്കി എന്ന അർത്ഥത്തിനാണ് നമ്മൾ റിമൈനിങ് എന്ന് ചേർക്കുന്നത് കേട്ടോ. സോ ഡോണ്ട് യു ഹാവ് ടു ഫിനിഷ്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ തീർക്കണ്ടേ. ഡോണ്ട് യു ഹാവ് ടു ഫിനിഷ്, അത്രയും പഠിച്ചു വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തർത്ഥം? തീർക്കണ്ടേ, ഫിനിഷ്, തീർക്കണ്ടേ. സോ ഡോണ്ട് യു ഹാവ് ടു ഫിനിഷ് എന്ത്? റിമൈനിങ് ഹോംവർക്ക്, ഹോംവർക്കിൻ്റെ ബാക്കി, ഇന്നലത്തെ ഫ്രം യെസ്റ്റർഡേ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഇന്നലെ ഞാനിവിടെ വെച്ച മാത്സിൻ്റെ നോട്ട്ബുക്ക് എവിടെയാ? Where's the notebook I kept here? Where's the notebook I kept here? I kept here എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വച്ചത്, ഓൾറെഡി വച്ച് കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ kept എന്ന് യൂസ് ചെയ്യണം. കീപ്പിൻ്റെ V2, kept. സോ I kept here, ഞാനിവിടെ വച്ചത്. എന്ത്? Where is the മാത്സ് നോട്ട്ബുക്ക്? മാത്സിൻ്റെ നോട്ട്ബുക്ക് എവിടെ, എവിടെയാണ് എന്ന് ചോദിക്കുന്നതാണ് where. Where means എവിടെ. സോ where is the മാത്സ് നോട്ട്ബുക്ക് I kept here? ഞാനിവിടെ വച്ച മാത്സിൻ്റെ നോട്ട്ബുക്ക് എവിടെയാണ്? ആ ടിഫിൻ ബോക്സ് ഒന്ന് എടുത്തിട്ട് വരുമോ? ക്യാൻ യു ബ്രിങ് ദാറ്റ് ടിഫിൻ ബോക്സ്? ക്യാൻ യു ബ്രിങ് ദാറ്റ് ടിഫിൻ ബോക്സ്? ഓക്കെ, നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ കുട്ടീനോട് പറയില്ലേ, അതെ ടിഫിൻ ബോക്സ് ഒന്ന് എടുത്തിട്ട് വന്നേ എന്ന് വളരെ കൊളോക്കിയലായിട്ട് പറയാറുണ്ടല്ലോ. അതിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ. ക്യാൻ യു ബ്രിങ് ദാറ്റ് ടിഫിൻ ബോക്സ്? ക്യാൻ യു ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരുമോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക. ദാറ്റ് ടിഫിൻ ബോക്സ്, ആ ടിഫിൻ ബോക്സ്. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സെൻറ്റൻസ് ഒക്കെ കുട്ടികളോട് ചോദിക്കണം എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം വീട്ടിലാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ഓരോരോ സെൻറ്റൻസ് ഒക്കെ ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജും അവരുടെ സ്റ്റാൻഡേർഡും ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ്, തേച്ചുടുപ്പ് ദാ ഹാങ്ങറിൽ തൂക്കിയിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെ പറയും? ദി ironed shirt is hung on the hanger. എങ്ങനെ പറയാ? ദി ironed shirt. ironed shirt means തേച്ച് കഴിഞ്ഞിട്ടുള്ള ഷർട്ടിനെയാണ് നമ്മൾ ironed shirt എന്ന് പറയാം. സോ ദി ironed shirt ഈസ് hung. hung means ഇട്ടിട്ടുണ്ട്, തൂക്കിയിടുക. തൂക്കിയിടുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഹാങ് എന്നാണ്. അതിൻ്റെ വീറ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ? ഓൾറെഡി തൂക്കിയിട്ടിട്ടാണ് ഞാനവിടെ അടുക്കളയിൽ കിച്ചണിൽ പോയി നിന്നിട്ട് ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദി ironed shirt ഈസ് hung. hang in the V2, hung. The ironed shirt is hung on the hanger. hanger എന്ന് പറഞ്ഞാൽ
ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടുന്ന സ്ഥലം, ഹാങ് ചെയ്യുന്നിടുന്ന സ്ഥലം അല്ലേ. സോ ദി അയൺ ഷർട്ട് ഈസ് ഹാങ് ഓൺ ദി ഹാങ്ങർ. പിന്നെ രാവിലത്തെ ഏറ്റവും വലിയ തലവേദന അല്ലേ, എന്ത് ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും രാവിലത്തേക്ക് ഇഡ്ഡലിയാണോ ദോശയാണോ മോന് ഇഷ്ടം എന്ന് ചോദിക്കല്ലോ. എങ്ങനെ ചോദിക്കുക? ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഡു യു പ്രിഫർ ഇഡ്ലി ഓർ ദോശ മോർ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിന് എന്നുള്ള അർത്ഥം. എന്ത്? ഡു യു പ്രിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്നത്, പ്രിഫർ ചെയ്യുന്നത്. സോ ഡു യു പ്രിഫർ ഇഡ്ലി ഓർ ദോശ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയാണോ ഇഡ്ഡലിയാണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കൂടുതൽ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ മോർ എന്ന് ആഡ് ചെയ്യുന്നത് കേട്ടോ. സോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഡു യു പ്രിഫർ ഇഡ്ലി ഓർ ദോശ മോർ? എനിക്കൊന്ന് ബസ് വരാറായെന്ന് എങ്ങനെയാ ചോദിക്കുക? എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് അല്ലേ. തോന്നല് എന്നാ ചിന്ത, എന്താ പറയാ? തിങ്ക് എന്നല്ലേ പറയാം. സോ ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു ബസ് ഈസ് about to come. I think the bus is about to come. വരാറായി എന്ന്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറായി എന്ന് തോന്നുന്നത് about എന്ന് നമ്മൾ യൂസ് ചെയ്യാം. So the bus is about to come. About to come means എന്താണ്? ബസ് വരാറായെന്ന് എനിക്ക് തോന്നുന്നു. I think the bus is about to come. പിന്നെ അമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം, കൊടുത്തു വിടുന്ന ഫുഡ് കഴിച്ചിട്ട് വരണേന്ന് പറയില്ല അല്ലേ. എപ്പോഴും പറയില്ലേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരണം കേട്ടോ, സ്നാക്സ് കഴിക്കാൻ മറക്കല്ലേ കേട്ടോ എന്നൊക്കെ നമ്മൾ പറയല്ലോ. സ്നാക്സ് കഴിക്കാൻ മറക്കല്ലേ എന്ന് എങ്ങനെയാ പറയാ? ഡോണ്ട് ഫോർഗെറ്റ് ടു ഈറ്റ് യുവർ സ്നാക്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഈറ്റ് യുവർ സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാക്സ് കഴിക്കാനായിട്ട് മറക്കല്ലേ എന്നാണ് കേട്ടോ. ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറക്കുക അല്ലെ. സോ ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കരുത് അല്ലെ. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക. സോ ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്. എന്ത്? ടു ഈറ്റ്, കഴിക്കാൻ. എന്ത്? യുവർ, നിന്റെ. എന്ത്? സ്നാക്സ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ പറയാം, ഡോണ്ട് ഫോർഗെറ്റ് ടു ഈറ്റ് യുവർ സ്നാക്സ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, പിന്നെ അമ്മമാരുടെ അടുത്ത പ്രശ്നമാണ് ഉച്ചക്കത്തെ ലഞ്ച് മുഴുവനും കഴിക്കണം എന്ന് പറയില്ല അല്ലേ. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. വൈകിട്ട് വന്നപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഫുള്ള് കഴിച്ചോന്ന് നോക്കും അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വിടും. എങ്ങനെയാ പറഞ്ഞു വിടുക? ഉച്ചയ്ക്ക് ഫുഡ് ഫിനിഷ് ചെയ്യണേന്ന് അല്ലേ, മൊത്തം കഴിക്കണേന്ന്. അപ്പം എങ്ങനെയാ പറയാ? ഫിനിഷ് യുവർ എൻറ്റയർ ലഞ്ച്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ തീർക്കണം, എൻറ്റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ. ഓക്കെ, മുഴുവൻ മീൻസ് ലഞ്ചിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ അല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വിടും അല്ലേ. സോ എൻറ്റയർ എന്ന് പറയുമ്പോൾ മൊത്തം ലഞ്ച്, ഉച്ചഭക്ഷണം. സോ ഫിനിഷ് യുവർ എൻറ്റയർ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് മുഴുവനും കഴിക്കണേന്നാ. നീ ഇനിയും റെഡി ആയിട്ടില്ലേ ഇല്ലേ. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് രാവിലെ വന്ന് കഴിയുമ്പോഴത്തേക്കും കുട്ടി റെഡി ആയെന്നായിരിക്കും വിചാരിക്കുക. അപ്പോൾ റെഡി ആയിട്ടില്ലേ, ചിലപ്പോൾ ഫോണിലൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നീ ഇനിയും റെഡി ആയില്ലേ എന്ന് ചോദിക്കും അല്ലേ. ഇനി ചോദിക്കുക, ആറിൻറ്റ് യു റെഡി യെറ്റ്? ഓക്കെ, ആറിൻറ്റ് യു റെഡി യെറ്റ്? റെഡി ആയോ എന്ന് ചോദിക്കുന്നതാണ്, റെഡി ആണോ എന്ന് ചോദിക്കുന്നതാണ് ആർ യു റെഡി. റെഡി ആയില്ലേ നെഗറ്റീവായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മളവിടെ ആറിൻറ്റ് യു എന്ന് ചേർക്കുന്നത് കേട്ടോ. സോ ആറിൻറ്റ് യു റെഡി യെറ്റ്? യെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എന്നുള്ള അർത്ഥമാണ്. സോ ആറിൻറ്റ് യു റെഡി യെറ്റ്? ഇനിയും നീ റെഡി ആയില്ലേ? നാളെ മുതൽ കുറച്ചുകൂടി നേരത്തെ എണീക്കണം കേട്ടോ. ഫ്രം ടുമോറോ, നാളെ മുതൽ അല്ലേ. യു നീഡ് ടു വേക്ക് അപ്പ് എ ബിറ്റ് ഏർലിയർ. നീഡ് ടു വേക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കണം എന്ന് പറയാണ്. അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അതാണ് നീഡ് ടു. സോ നീഡ് ടു വേക്ക് അപ്പ്. വേക്ക് അപ്പ് മീൻസ് എഴുന്നേൽക്കണം. എ ബിറ്റ് ഏർലിയർ, കുറച്ചുകൂടെ നേരത്തെ. എ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി. ഏർലിയർ മീൻസ് നേരത്തെ. സോ എ ബിറ്റ് ഏർലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരത്തെ. നിന്റെ എല്ലാ ബുക്കും എടുത്തു വെച്ചോ? ഹാവ് യു പാക്ഡ് ഓൾ യുവർ ബുക്സ്? ഹാവ് യു പാക്ഡ് ഓൾ യുവർ ബുക്സ് എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ ബുക്കും എടുത്തു വെച്ചോ എന്നാണ് കേട്ടോ. ഇവിടെ ഹാവ് ഉള്ളത് കൊണ്ടാണ് അവിടെ V3 ഫോം പാക്ഡ് എന്ന് ചേർത്തിരിക്കുന്നത്. സോ ഹാവ് യു പാക്ഡ്, നീ എടുത്തു വെച്ചോ, പാക്ക് ചെയ്ത് വെച്ചോ. എന്ത്? ഓൾ യുവർ ബുക്സ്, നിന്റെ എല്ലാ പുസ്തകങ്ങളും. വെറുതെ കിടന്ന് ഓടല്ലേ, യൂണിഫോമൊക്കെ ചീത്തയാവും. രാവിലെ തന്നെ റെഡിയൊക്കെ ആക്കി നിർത്തി കഴിയുമ്പോഴായിരിക്കും കളി തുടങ്ങുക. നമ്മൾ പറയും എന്ത്? വെറുതെ കിടന്ന് ഓടല്ലേ, യൂണിഫോമൊക്കെ ചീത്തയാവും. എങ്ങനെ പറയും? ഡോണ്ട് റൺ അറൗണ്ട്. ഡോണ്ട് റൺ അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റും കിടന്ന് ഓടല്ലേ, വിൽ സ്പോയിൽ യുവർ യൂണിഫോം. യു വിൽ സ്പോയിൽ യുവർ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ യൂണിഫോം സ്പോയിൽ ആകും. സ്പോയിൽ മീൻസ് കുളമാകുക എന്ന് പറയില്ലേ, അതായത് ചീത്തയാകും എന്ന് പറയില്ലേ, അതിന് വേണ്ടി പറയാണ് വിൽ സ്പോയിൽ യുവർ യൂണിഫോം. നിന്റെ യൂണിഫോം ഒക്കെ ചീത്തയാകും. സോ ഡോണ്ട് റൺ അറൗണ്ട്.
ഇതെടുത്ത് ബാഗിൽ വെക്ക്. ചില സാധനങ്ങളൊക്കെ മറന്നു പോകും അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് ഇതെടുത്ത് ബാഗിൽ വെച്ചേ. ടേക്ക് ദിസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ യുവർ ബാഗ്. ടേക്ക് ദിസ് എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുക എന്നാണ്. ടേക്ക് എടുക്കുക, ദിസ് ഇത്. സോ ടേക്ക് ദിസ് എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുക. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ യുവർ ബാഗ്. പുട്ട് ഇറ്റ് ഇൻ യുവർ ബാഗ്. ബാഗിന്റെ അകത്ത്. അകത്ത് എന്ന് പറയാനാണ് നമ്മളവിടെ ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ പുട്ട് ഇറ്റ് ഇൻ യുവർ ബാഗ്. ബാഗിന്റെ അകത്ത് വയ്ക്കുക. കൂട്ടുകാരായിട്ടൊന്നും ഇന്ന് തല്ല് പിടിക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾ പറഞ്ഞു വിടാറുണ്ട് കുട്ടികളോട് അല്ലേ, ഇന്ന് കൂട്ടുകാരായിട്ടൊന്നും തല്ല് പിടിക്കരുത്. എങ്ങനെ പറയാം? ഡോണ്ട് ഫൈറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടുഡേ. ഡോണ്ട് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് പിടിക്കരുത്, വഴക്ക് കൂടരുത്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടി. സോ ഡോണ്ട് എന്ന് പറഞ്ഞാൽ അരുത്. സോ ഡോണ്ട് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പിടിക്കരുത്. എന്ത്? ആരുമായിട്ട്? ഫ്രണ്ട്സുമായിട്ട്. ആയിട്ട് ചേർക്കാനായിട്ട് നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുക? വിത്ത് ആണ് യൂസ് ചെയ്യുക. സോ ഡോണ്ട് ഫൈറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിന്റെ ഫ്രണ്ട്സുമായിട്ട് വഴക്കിടരുത്, അരുത്. ഓക്കെ, ടുഡേ, ഇന്ന്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, റോഡ് മുറിച്ച് കിടക്കുമ്പോഴേ സൂക്ഷിക്കണം കേട്ടാ. എങ്ങനെ പറയാ? സൂക്ഷിക്കണം കേട്ടാ. ബി കെയർഫുൾ അല്ലേ? ബി കെയർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. എന്ത്? റോഡ് മുറിച്ച് കടക്കുമ്പോൾ എന്ന് ആഡ് ചെയ്യാനായിട്ട് വെൻ അല്ലേ? വെൻ. ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഓരോന്നിൻ്റെ അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ട്. സോ അത് കാണാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സോ അത് കാണുക. സോ ബി കെയർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. എന്ത്? വെൻ ക്രോസിംഗ് ദി റോഡ്. വെൻ ക്രോസിംഗ് ദി റോഡ്. റോഡ് മുറിച്ച് കിടക്കുന്നത്. റോഡ് മുറിച്ച് കിടക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ക്രോസ് എന്ന്, ക്രോസിംഗ് ദി റോഡ് എന്ന്. സോ ബി കെയർഫുൾ വെൻ ക്രോസിംഗ് ദി റോഡ്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ സൂക്ഷിക്കണം. ക്ലാസ് കഴിയുമ്പോൾ തന്നെ വന്നോട്ടാ. ക്ലാസ് കഴിയുമ്പോൾ തന്നെ വന്നോട്ടാ. തിരിച്ച് വരണം. അവിടെ നിൽക്കുകയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്ന് പറയണതാണ്. എങ്ങനെയാ? കം ബാക്ക് ക്വിക്ലി. ഓക്കെ, കം ബാക്ക് ക്വിക്ലി. ബാക്ക് വന്നെന്തുകൊണ്ടാ? ഓൾറെഡി പോയിട്ട് തിരിച്ചു വരുന്നതാണ്. വീട്ടിൽ നിന്ന് രാവിലെ പോയിട്ട് തിരിച്ചു വരികയല്ലേ. സോ കം ബാക്ക് ക്വിക്ലി, പെട്ടെന്ന്. സോ കം ബാക്ക് ക്വിക്ലി ആഫ്റ്റർ ദി ക്ലാസ്. ക്ലാസ് കഴിയുമ്പോൾ തന്നെ തിരിച്ചു വരണം എന്നാ. ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് ഒന്നും ചെയ്ത് തീരില്ല. അപ്പം നമ്മളെങ്ങനെയാ പറയാ? ഓ, നീ ഇതുവരെ മേക്കപ്പ് ഒന്നും ചെയ്ത് തീർന്നില്ലേ, മുടിയിലിട്ട് തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ. എങ്ങനെ ചോദിക്കുക? haven't you finished combing your hair yet? ഓക്കെ, haven't you finished എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ. എന്ത്? കോംബ് ചെയ്യാൻ. സോ കോംബിങ് യുവർ ഹെയർ. മുടി ഇരുന്നതിനെയാണ് കോംബിങ് എന്ന് പറയുന്നത് കേട്ടോ. സോ haven't you finished combing your hair yet? yet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ. സോ haven't you finished combing your hair yet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നിന്റെ മുടി ഇരി തീർന്നില്ലേ എന്നാ. ലാസ്റ്റ് സെന്റൻസ്, പെട്ടെന്ന് വാ, ബസ് ഇപ്പൊ പോവും. എപ്പോഴും നമ്മൾ പറയുന്ന സെന്റൻസാ. കം ക്വിക്ലി. കം ക്വിക്ലി മീൻസ് പെട്ടെന്ന് വാ. ദി ബസ് വിൽ ലീവ് നൗ. ദി ബസ് വിൽ ലീവ്. ലീവ് എന്ന് പറഞ്ഞാൽ പോകും എന്നുള്ള അർത്ഥമാണ്. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ. സോ ഇപ്പൊ തന്നെ പോകും. പോയിട്ടില്ലല്ലോ, ഭാവിയിൽ നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വില്ലി യൂസ് ചെയ്തിരിക്കുന്നത്. സോ കം ക്വിക്ലി മീൻസ് പെട്ടെന്ന് വാ. ദി ബസ് വിൽ ലീവ് നൗ. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പം ഇന്ന് മുതലേ ഈ അമ്മമാർക്കൊക്കെ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല. അവർക്ക് കൂടുതലായിട്ടും കുട്ടികളോട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സൊക്കെ കൂടുതലും ഇംഗ്ലീഷ് തന്നെ അവർ സംസാരിക്കുക. അപ്പം അവരുടെയൊക്കെ മുന്നിൽ നമുക്കൊന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട്, എന്നുള്ളൊരു പെയിൻ എപ്പോഴും ഒരുപാട് അമ്മമാർ വന്ന് പറയാറുണ്ട്. സോ നിങ്ങളും ഇതുപോലെ ചെറുതായിട്ടൊക്കെ വീട്ടിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് ശീലിക്കുക കുട്ടികളോട്. ചെറിയ ചെറിയ സെൻറ്റൻസുകളൊക്കെ ആണെങ്കിലും എപ്പോഴും അത് അവരെങ്ങനെ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ലാംഗ്വേജ് ആയിട്ട് കുറച്ചും കൂടി ഒരു അടുപ്പം കിട്ടും. നിങ്ങളുടെ ലാംഗ്വേജ് ആണെങ്കിലും ഇൻക്രീസ്ഡ് ആവും. സോ അതെല്ലാം നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇംപ്രൂവ് ആവും. സോ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഗ്രാമർ സെക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചതിന് ശേഷം ഞാൻ എടുത്ത് പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാമറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് അടിത്തറ ഒന്ന് ഭംഗിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സെൻറ്റൻസ് ഓരോ ക്ലാസ്സുകളിലും ഞാൻ സെൻറ്റൻസ് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കോപ്പി ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു. English Bus. Learning Simplified.